ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നും കുറച്ചുകൂടി സിമ്പിൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. എന്താ, നിങ്ങൾ തയ്യാറാണല്ലോ? എന്നാൽ നമുക്ക് പോകാം ഇന്നത്തെ സെൻറ്റൻസുകളിലൂടെ. ഓക്കെ, നമുക്കാദ്യം എനിതിങ് എന്ന പദം ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ നോക്കാം. എനിതിങ് എന്നതിന് എന്തും അല്ലെങ്കിൽ എന്തെങ്കിലും എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. നമുക്ക് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. എനിതിങ് ന്യൂ, പുതിയതെന്തെങ്കിലും. എനിതിങ് ന്യൂ. എനിതിങ് എൽസ്, മറ്റെന്തെങ്കിലും. എനിതിങ് എൽസ്. ടെൽ മീ എനിതിങ്, എന്നോട് എന്തും പറയാം. ടെൽ മീ എനിതിങ്. ഡോണ്ട് ഡു എനിതിങ്, ഒന്നും ചെയ്യരുത്. ഡോണ്ട് ഡു എനിതിങ്. ഐ ക്യാൻ ഡു എനിതിങ്, എനിക്ക് എന്തും ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു എനിതിങ്. ഡോണ്ട് സേ എനിതിങ്, ഒന്നും പറയരുത്. ഡോണ്ട് സേ എനിതിങ്. ഐ ക്യാൻ ഈറ്റ് എനിതിങ്, എനിക്ക് എന്തും കഴിക്കാം. ഐ ക്യാൻ ഈറ്റ് എനിതിങ്. ഐ കാൺട്ട് സേ എനിതിങ്, എനിക്കൊന്നും പറയാൻ കഴിയയില്ല. ഐ കാൺട്ട് സേ എനിതിങ്. വി ഡോണ്ട് ഡു എനിതിങ്, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. വി ഡോണ്ട് ഡു എനിതിങ്. ഈറ്റ് എനിതിങ് യു ലൈക്ക്, നിനക്ക് ഇഷ്ടമുള്ളത് എന്തും കഴിക്കുക. ഈറ്റ് എനിതിങ് യു ലൈക്ക്. ക്യാൻ ഐ ഡു എനിതിങ്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ. ക്യാൻ ഐ ഡു എനിതിങ്. ഈസ് എനിതിങ് ബ്രോക്കൺ, എന്തെങ്കിലും തകർന്നിട്ടുണ്ടോ. ഈസ് എനിതിങ് ബ്രോക്കൺ. ക്യാൻ യു സീ എനിതിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ കഴിയുമോ. ക്യാൻ യു സീ എനിതിങ്. ഡിഡ് യു സീ എനിതിങ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ. ഡിഡ് യു സീ എനിതിങ്. ഡു യു വാണ്ട് എനിതിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ. ഡു യു വാണ്ട് എനിതിങ്. ഡിഡ് ദേ ഫൈൻഡ് എനിതിങ്, അവരെന്തെങ്കിലും കണ്ടെത്തിയോ. ഡിഡ് ദേ ഫൈൻഡ് എനിതിങ്. ഹാവ് യു സീൻ എനിതിങ്, നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ. ഹാവ് യു സീൻ എനിതിങ്. നാം എനിതിങ് ഉപയോഗിച്ചുള്ളതായ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞല്ലേ, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മാറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോഴാണ് നാം എനിതിങ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എനിവൺ ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. എനിവൺ എന്നതിന് ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കും അല്ലെങ്കിൽ ആരും ആരെയും എന്നൊക്കെ വരുന്ന അർത്ഥമാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി അല്ലെങ്കിൽ ഒരാളെ പറ്റി പറയുമ്പോഴാണ് നാം എനിവൺ ഉപയോഗിക്കുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പോകാം നമുക്ക് സെന്റൻസുകളിലൂടെ. ഈസ് എനിവൺ ഹിയർ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ. ഈസ് എനിവൺ ഹിയർ. ഈസ് എനിവൺ ലിസണിങ്, ആരെങ്കിലും കേൾക്കുന്നുണ്ടോ. ഈസ് എനിവൺ ലിസണിങ്. എനിവൺ ക്യാൻ ലേൺ ടു റൈഡ് എ ബൈക്ക്, ആർക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കാം. എനിവൺ ക്യാൻ ലേൺ ടു റൈഡ് എ ബൈക്ക്. ഐ ക്യാൻ ഹെൽപ്പ് എനിവൺ വിത്ത് ഹോംവർക്ക്, ഹോംവർക്കിൽ എനിക്ക് ആരെ സഹായിക്കാനാകും. ഐ ക്യാൻ ഹെൽപ്പ് എനിവൺ വിത്ത് ഹോംവർക്ക്. ഡിഡ് എനിവൺ സീ മൈ കീസ്, ആരെങ്കിലും എൻ്റെ താക്കോലുകൾ കണ്ടോ. ഡിഡ് എനിവൺ സീ മൈ കീസ്. ഐ ഡോണ്ട് നോ എനിവൺ ഹിയർ, എനിക്കിവിടെ ആരെ അറിയില്ല. ഐ ഡോണ്ട് നോ എനിവൺ ഹിയർ. ആസ്ക് എനിവൺ, ആരോടെങ്കിലും ചോദിക്കൂ. ആസ്ക് എനിവൺ. എനിവൺ ക്യാൻ ഡു ഇറ്റ്, ആർക്കും അത് ചെയ്യാൻ കഴിയും. എനിവൺ ക്യാൻ ഡു ഇറ്റ്. ഡോണ്ട് കോൾ എനിവൺ, ആരെയും വിളിക്കണ്ട. ഡോണ്ട് കോൾ എനിവൺ. ഡോണ്ട് ടെൽ എനിവൺ, ആരോടും പറയരുത്. ഡോണ്ട് ടെൽ എനിവൺ. നെവർ ടെൽ എനിവൺ, ഒരിക്കലും ആരോടും പറയരുത്. നെവർ ടെൽ എനിവൺ. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ, ആരെയും വിശ്വസിക്കരുത്. ഡോണ്ട് ട്രസ്റ്റ് എനിവൺ. ഐ ഡോണ്ട് സീ എനിവൺ, ഞാൻ ആരെയും കാണുന്നില്ല. ഐ ഡോണ്ട് സീ എനിവൺ. ഐ ഡോണ്ട് നീഡ് എനിവൺ, എനിക്ക് ആരെയും ആവശ്യമില്ല. ഐ ഡോണ്ട് നീഡ് എനിവൺ. ക്യാൻ എനിവൺ ഹിയർ മീ, ആർക്കെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കാമോ. ക്യാൻ എനിവൺ ഹിയർ മീ. ക്യാൻ യു സീ എനിവൺ, നിങ്ങൾക്ക് ആരെങ്കിലും കാണാൻ കഴിയുമോ. ക്യാൻ യു സീ എനിവൺ. ഡിഡ് എനിവൺ കോൾ മീ, ആരെങ്കിലും എന്നെ വിളിച്ചോ. ഡിഡ് എനിവൺ കോൾ മീ. ഡിഡ് എനിവൺ ഹിയർ മീ, ആരെങ്കിലും ഞാൻ പറയുന്നത് കേട്ടോ. ഡിഡ് എനിവൺ ഹിയർ മീ. ഡിഡ് യു സീ എനിവൺ, ആരെങ്കിലും നീ കണ്ടോ. ഡിഡ് യു സീ എനിവൺ, ആരെങ്കിലും നീ കണ്ടോ. ഡിഡ് എനിവൺ ഫോളോ യു, ആരെങ്കിലും നിങ്ങളെ അനുഗമിച്ചോ. ഡിഡ് എനിവൺ ഫോളോ യു. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ള അർത്ഥമാണ്. അതായത് നീ പോവുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ, വരികയാണെങ്കിൽ എന്നൊക്കെ, ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ എന്നുള്ളൊരെങ്കിൽ വരുന്നില്ലേ, ആ ഒരു ആശയമാണ് ഈഫ് എന്ന വാക്കിൻ്റെ ആശയം വരുന്നത്. ഫോർ എക്സാമ്പിൾ, നീ പോകുകയാണെങ്കിൽ. ഇഫ് യു ഗോ. ഇഫ് യു ഗോ, നീ പോകുകയാണെങ്കിൽ. ഇഫ് യു ഗോ. നീ പഠിക്കുകയാണെങ്കിൽ. ഇഫ് യു
study. If you study. നീ പഠിക്കുകയാണെങ്കിൽ. If you study. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അതെങ്ങനെ പറയാം? If he works hard. അവൻ കഠിനമായി പ്രവർത്തിക്കുകയാണെങ്കിൽ. If he works hard. നീ വിളിക്കുകയാണെങ്കിൽ അവൻ വരും. അതെങ്ങനെ പറയാം? If you call him, he will come. If you call him, he will come. If you call him, he will come. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. എനിക്ക് പണം കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. If I get money, I will help you. If I get money, I will help you. If I get money, I will help you. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. അതെങ്ങനെ പറയാം? If she runs fast, she will get the train. If she runs fast, she will get the train. അവൾ വേഗത്തിൽ ഓടുകയാണെങ്കിൽ അവൾക്ക് ട്രെയിൻ കിട്ടും. If she runs fast, she will get the train. എങ്ങനെയുണ്ട്? എളുപ്പമല്ലേ? നമുക്ക് കുറച്ച് സെന്റൻസുകൂടെ നോക്കിയാലോ? അവനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കാണുമായിരുന്നു. അതെങ്ങനെ പറയാം? If he was there, I would meet him. If he was there, I would meet him. If he was there, I would meet him. മനസ്സിലായില്ലേ? എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. എനിക്ക് സമയമുണ്ടെങ്കിൽ ആ കത്ത് ഞാൻ പൂർത്തിയാക്കും. If I have time, I'll finish that letter. If I have time, I'll finish that letter. If I have time, I'll finish that letter. നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോവുമേ. നമ്മൾ ചിലപ്പോൾ കുട്ടികളോടൊക്കെ പറയാറില്ലേ, നീ ആ ഗ്ലാസ് താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും. അതെങ്ങനെ പറയാം? If you drop that glass, it will break. If you drop that glass, it will break. എന്താ? എളുപ്പമല്ലേ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈഫ് എന്ന വാക്കിൻ്റെ അർത്ഥം എങ്കിൽ എന്നുള്ളതാണ്. ഇന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്താൽ എന്നൊരു ആശയമാണ് ഈഫ് എന്ന വാക്കിന്. ഈഫ് ഉപയോഗിച്ച് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു ഗ്രാമർ പഠന ക്ലാസ് അല്ല കേട്ടോ. എങ്കിലും നാം അറിയാതെ തന്നെ നമുക്ക് വേണ്ടതായ ഗ്രാമർ പഠിക്കുന്നുമുണ്ട്. അതായത് ഡെയിലി ഷോർട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ നാം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ നാം വികസിപ്പിച്ചെടുക്കുകയാണ്. എന്നാൽ പോകാം നമ്മുടെ ഇന്നത്തെ സെൻറ്റൻസുകളിലേക്ക്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഓർ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കുമല്ലോ. നമുക്ക് പോകാം സെൻറ്റൻസുകളിലേക്ക്. ഇന്ന് നാം ദാൻ ഉപയോഗിച്ചുള്ളതായ കുറച്ച് സെൻറ്റൻസുകളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നേക്കാൾ എന്നർത്ഥം. അതായത് നിന്നേക്കാൾ, അവളേക്കാൾ, അതിനേക്കാൾ അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ എന്നൊക്കെ ആശയം വരുവാൻ വേണ്ടിയാണ് ദാൻ നാം ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, അവൾ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയാണ്. അതെങ്ങനെ പറയാം? ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. അവൾ നിന്നേക്കാൾ കൂടുതൽ സുന്ദരിയാണ്. ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ യു. ഇരുമ്പ് വെള്ളിയേക്കാൾ കൂടുതൽ ഉപകാരപ്രദമാണ്. അതെങ്ങനെ പറയാം? അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. അയൺ ഈസ് മോർ യൂസ്ഫുൾ ദാൻ സിൽവർ. രാജു ജോസിനേക്കാൾ ഉയരമുള്ളവനാണ്. അതെങ്ങനെ പറയാം? രാജു ഈസ് ടോളർ ദാൻ ജോസ്. രാജു ഈസ് ടോളർ ദാൻ ജോസ്. യാചിക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് പട്ടിണി കിടക്കുന്നതാണ്. അതെങ്ങനെ പറയാം? ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർവ് ദാൻ ബെഗ്. ആന പശുവിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. അതൊന്ന് പറഞ്ഞു നോക്കിയാലോ? ദി എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ദി എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ദി എലഫന്റ് ഈസ് സ്ട്രോങ്ങർ ദാൻ ദ കൗ. ട്രെയിൻ ബസ്സിനേക്കാൾ കൂടുതൽ വേഗതയുള്ളതാണ്. ട്രെയിൻ ബസ്സിനേക്കാൾ കൂടുതൽ വേഗതയുള്ളതാണ്. ദ ട്രെയിൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ ബസ്. ദ ട്രെയിൻ ഈസ് ഫാസ്റ്റർ ദാൻ ദ ബസ്. മനസ്സിലായോ? ദാൻ എന്ന വാക്കിൻ്റെ ആശയം വരുന്നത് ഇന്നതിനേക്കാൾ, നിന്നേക്കാൾ, അതിനേക്കാൾ, ഇന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ എന്നൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് കൂടുതൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി ഡെയിലി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.